ഹായ് എവരിവൺ, വെൽക്കം ടു ഗാർഡൻ ഓഫ് ഡ്രീംസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജർമ്മൻ യാത്രയിൽ ഞാൻ പോയിട്ടുള്ള മ്യൂണിക്കിലെ കത്തീഡ്രലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വലിയ ഒരു കഥയുറങ്ങുന്ന ഒരു പള്ളിയാണത്. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടെയാണ് ആ പള്ളിയുടെ നിർമ്മാണം അവസാനിച്ചത്. ഏകദേശം 20 വർഷത്തോളം എടുത്തു ആ പള്ളിപണി പൂർത്തിയാകാനായിട്ട്. അതിനൊരു കാരണമുണ്ട്. പള്ളിപണി തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പള്ളി നിർമ്മാണത്തിനുള്ള പണം തീർന്നു പോകുകയും പള്ളിപണി നിർത്തിവെക്കാൻ തിരുസഭ തീരുമാനിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ജോഗ് വോൺ ഹോൾസ്ബാച്ച് എന്ന ജർമ്മൻ ആർക്കിടെക്റ്റ് സഭാ അധികാരികളെ സമീപിക്കുകയും 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാം എന്നുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 5 വർഷം കൊണ്ട് ജോഗ് വോൺ പള്ളിപണി അവസാനിപ്പിച്ചു. ഗോത്തിക് സ്റ്റൈലിൽ 99 മീറ്റർ ഹൈറ്റിലുള്ള 2 ടവേഴ്സും അതോടൊപ്പം തന്നെ അതിന് മുകളിലായി ഗ്രീൻ കളറിലുള്ള ഡോംസുമുള്ള മനോഹരമായൊരു ദേവാലയം അദ്ദേഹം പണി കഴിച്ചു. ഞാൻ ഈ മ്യൂണിക് ചർച്ച് കാണാൻ പോയത് ഒരു ടൂർ ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ്. ഞങ്ങൾക്കൊരു ടൂർ ഗൈഡും ഉണ്ടായിരുന്നു. ഒരു ലോക്കൽ ഗൈഡായിരുന്നു അദ്ദേഹം. ഞങ്ങൾ പള്ളിയുടെ അടുത്തെത്താൻ ഒരു 200 മീറ്ററോളം ദൂരത്തിൽ വെച്ച് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് കാറ്റുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, കാറ്റൊന്നുമില്ല. പള്ളിയുടെ ഏകദേശം അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വീണ്ടും ചോദിച്ചു, ഈ പള്ളിക്ക് ചുറ്റും എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പള്ളിക്കകത്തുള്ള മരങ്ങളെ ശ്രദ്ധിക്ക്, പള്ളിക്ക് പുറത്തുള്ള മരങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. പള്ളിയുടെ കോമ്പൗണ്ടിനകത്തുള്ള മരങ്ങളുടെ ഇലകളെല്ലാം കാറ്റത്തുലയുന്നു. എന്നാൽ പള്ളിക്ക് പുറത്തുള്ള മരങ്ങളുടെ ഇലകളെല്ലാം നിശ്ചലമായി നിൽക്കുന്നു. ഞങ്ങൾക്കതൊരു വിരോധാഭാസമായി തോന്നി. ടൂർ ഗൈഡിനോട് ഞങ്ങൾ കാരണം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പള്ളിയുടെ പിന്നിൽ സാത്താനെ മനുഷ്യൻ ചതിച്ച മനോഹരമായ ഒരു കഥ ഒളിഞ്ഞുകിടപ്പുണ്ട്. ജോഗ് വോൺ ഈ പള്ളിപണി ഏറ്റെടുക്കുകയും എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം തീർന്നു പോവുകയും ചെയ്തു. പള്ളിപണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ 5 വർഷത്തിനുള്ളിൽ പള്ളിപണി പൂർത്തിയാക്കണം എന്നുള്ള കോൺട്രാക്റ്റ് ഇദ്ദേഹം സൈൻ ചെയ്തതുമാണ്. അദ്ദേഹം ആകെ നിരാശനായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരറിവ് കിട്ടി. അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട് സാത്താന് സോള് സെല്ല് ചെയ്തുകൊണ്ട്. ഇതറിഞ്ഞ ജോഗ് വോൺ ആദ്യമൊന്നും മടിച്ചെങ്കിലും പള്ളിപണി പൂർത്തിയാക്കാൻ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോഗ് വോൺ വളരെ കൗശലക്കാരനും ബുദ്ധിമാനുമായ ഒരു ആർക്കിടെക്റ്റായിരുന്നു. അദ്ദേഹം സാത്താന് സമീപിക്കുകയും പള്ളിപണിക്കുള്ള ഫണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു. സൈറ്റൻ പറഞ്ഞു, ഫണ്ട് ഞാൻ നിനക്ക് തരാം, പക്ഷേ ഒരു കാര്യം, നിന്റെ സോൾ എനിക്ക് തരണം. ജോഗ് വോഗ് ആകെ വിഷമത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുഴഞ്ഞു. ഉടനെ സൈറ്റൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ സോൾ എനിക്ക് തരണ്ട, പകരം നീ പണിയുന്ന പള്ളിക്ക് വാതിലുകളോ ജനലുകളോ ഉണ്ടാകാൻ പാടില്ല, പക്ഷേ ഒരു വാതിൽ നിനക്ക് നിർമ്മിക്കാം. അങ്ങനെയുള്ള ഒരു പള്ളി നിർമ്മിച്ചാൽ നിന്റെ സോൾ എനിക്ക് തരണ്ട, നിനക്ക് പള്ളിപ്പണിക്ക് ആവശ്യമായ പണവും നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. ജോഗ് വോണിന് വളരെ സന്തോഷമായി. സൈറ്റൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുകയും പള്ളിപ്പണി തുടങ്ങുകയും ചെയ്തു. സാത്താൻ വിചാരിച്ചത് ജനലുകളും വാതിലുകളും ഇല്ലാത്ത ഒരു പള്ളിയിൽ എപ്പോഴും അന്ധകാരമായിരിക്കും. അവിടെ കുർബാനയോ ആളുകൾ വരികയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ സാത്താൻ്റെ ഉദ്ദേശം നടപ്പിലാകുകയും ചെയ്യും. പക്ഷേ മഹാബുദ്ധിമാനായിരുന്ന ജോഗ് വോൺ പള്ളി നിർമ്മിച്ചത് 2 ഭിത്തികളിലായിട്ടാണ്. പുറമേ നിന്നൊരു ഭിത്തിയും അകമേ നിന്ന് വേറൊരു ഭിത്തിയും. അകത്തെ ഭിത്തിയിൽ അദ്ദേഹത്തിന് ആവശ്യമായ ജനലുകളും വെളിച്ചം കടക്കുവാനുള്ള രീതിയിലുള്ള സംവിധാനവും ചെയ്തു. എന്നാൽ പുറമേയുള്ള ഭിത്തി അദ്ദേഹം നിർമ്മിച്ചത് പില്ലറുകളിലാണ്. അടുപ്പിച്ചടുപ്പിച്ച് പില്ലറുകൾ വെർട്ടിക്കൽ ആകൃതിയിൽ നിരത്തിവെച്ച് അദ്ദേഹം പുറത്തുള്ള ഭിത്തികളും ഉണ്ടാക്കി. അപ്പോൾ പുറമേ നിന്ന് ഒരാൾ ഈ പള്ളിയെ നോക്കിയാൽ അതിന് യാതൊരു വാതിലുകളോ ജനലുകളോ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ പള്ളിപ്പണി സമാധാനപൂർണമായി കഴിഞ്ഞു. പള്ളിപ്പണി കഴിഞ്ഞപ്പോൾ സൈറ്റൻ പള്ളി സന്ദർശിക്കുവാനായിട്ടെത്തി. അവൻ വലിയ സന്തോഷത്തോടെ പള്ളിയുടെ ചുറ്റും നടക്കുകയും
ജനലുകളില്ല എന്ന് കണ്ട് വളരെ സന്തോഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ വിചാരിച്ചു, എന്നാൽ പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറി നോക്കുകയും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നാൽ ബുദ്ധിമാനായ ജോഗുവാൻ പള്ളിയുടെ ഒരു 10-15 അടി ഉള്ളിലായി ഒരാൾ പൊക്കത്തിൽ ഒരു ഗ്രില്ലുണ്ടാക്കുകയും ആ ഗ്രില്ലിനൊരു വാതിൽ ഉണ്ടാക്കുകയും ചെയ്തു. സാത്താൻ പള്ളിയുടെ പുറംഭാഗമെല്ലാം ചുറ്റി നടന്ന് വളരെ സന്തോഷത്തോടുകൂടെ അകത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങി. അപ്പോൾ ജോഗുവാൻ ഈ പള്ളിയുടെ അകത്ത് നിർമ്മിച്ചിരിക്കുന്ന ഗ്രില്ലിൻ്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇനി അകത്തോട്ട് പ്രവേശിക്കാൻ പാടില്ല, കാരണം ഇത് പരിശുദ്ധമാണ്, ദേവാലയമാണ്, നിനക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സാത്താനെ അവിടെ വെച്ച് തടഞ്ഞു. സാത്താനെ താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സാത്താൻ വളരെ ദേഷ്യത്തോടുകൂടെ തറയിൽ ശക്തമായി ചവിട്ടുകയും സാത്താൻ്റെ ഫുട് പ്രിൻ്റ് ആ തറയിൽ ഉണ്ടാക്കുകയും ചെയ്ത് ഒരു കാറ്റായി പുറത്തേക്ക് പാഞ്ഞുപോയി. സാത്താൻ ഒരു കാറ്റായി ആ പള്ളിയുടെ ചുറ്റും ഇപ്പോഴും ആ പള്ളി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കറങ്ങി ചുറ്റി വീശിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പള്ളിയുടെ പിന്നിലുള്ള കഥ. ഈ കഥ സത്യമാണോ ഇല്ലയോ എന്നെനിക്ക് യാതൊരു അറിവുമില്ല. പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് റിസർച്ചുകൾ നടത്തുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അതിനുള്ള തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഫുട് പ്രിൻ്റ് 13 മുതൽ 14 ഇഞ്ച് വരെ നീളമുള്ളതാണ്. അതൊരു പ്രത്യേക രീതിയിലുള്ളതുമാണ്. എന്തായാലും സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് മാക്സിമം 13 ഇഞ്ചാണ് ഉണ്ടാവാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു കാറ്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ പഴയ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം 2ാം ലോകമഹായുദ്ധകാലത്ത് ഈ പള്ളി നശിപ്പിക്കപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം അത് റീബിൽറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ റീബിൽറ്റ് ചെയ്തപ്പോൾ അവർ പഴയ 2 ഭിത്തികളുള്ള പള്ളിക്ക് പകരം ഒറ്റ ഭിത്തിയുള്ള ഇന്നീ കാണുന്ന രീതിയിലുള്ള പള്ളിയാണ് നിർമ്മിച്ചത്. പക്ഷേ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ കുറച്ച് ബുക്ക്ലെറ്റുകൾ സന്ദർശകർക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പഴയ പള്ളിയുടെ രൂപം. നിങ്ങളെല്ലാവരും അവിടെ പോവുകയാണെങ്കിൽ ഈ പള്ളി സന്ദർശിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാറ്റും ഈ ഡെവിൾസ് ഫുട് പ്രിന്റും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് എനിക്ക് മ്യൂണിക് ചർച്ചിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.